വലിയ രീതിയിലുള്ള പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വീണ്ടും കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നതെന്നാണ് വിവിധ അവകാശവാദങ്ങൾ സൂചിപ്പിക്കുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം കുവൈറ്റിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ വ്യോമസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉന്നയിക്കുന്ന അവകാശവാദമനുസരിച്ച് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ പറഞ്ഞ -5 യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നാണ് അവർ പറയുന്നത്. ഈ അവകാശവാദം ഔദ്യോഗികമായി സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇറാൻ ഇതിനെ വലിയ വിജയമായി അവതരിപ്പിക്കുകയാണ്. ഇറാന്റെ വ്യോമസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ നടത്തിയ പ്രസ്താവനയിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ആക്രമണം ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ലെന്നാണ് അവകാശപ്പെട്ടത്. ഏറെ പഴക്കമുള്ള -5 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയതെന്നും അതിനെ അവർ സൈനിക നേട്ടമായി വിശേഷിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങളിൽ കുവൈറ്റിലെ സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ തീയും കനത്ത പുകയും ഉയരുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്നത് സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതായും ചില കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും വിവിധ മാധ്യമങ്ങൾ പറയുന്നു. ഇതോടൊപ്പം ജോർദാനും ഇറാഖും വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പുലർച്ചെ അമേരിക്ക ഇറാനുമായി ബന്ധപ്പെട്ടതായി പറയപ്പെടുന്ന ചില ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് തിരിച്ചടികൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. മുമ്പത്തെ പോലെ വ്യാപകമായ ആക്രമണങ്ങൾക്കുപകരം ഇപ്പോൾ കൂടുതൽ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ഇരുപക്ഷവും നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ അവകാശവാദമനുസരിച്ച് അമേരിക്ക ഉപയോഗിച്ചിരുന്ന ചില റൺവേകളും വിമാന ഹാംഗറുകളും മുൻ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ പഴയതുപോലെ വലിയ തോതിൽ വ്യോമാക്രമണം നടത്താനുള്ള സാഹചര്യം അമേരിക്കയ്ക്ക് ഇല്ലെന്നാണ് അവർ പറയുന്നത്. അമേരിക്കൻ സൈനികരുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ജോർദാനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ യുവ ലഫ്റ്റനന്റായ ടൈലർ ജെയിംസ് ഫീഹാനും ഇസബെല്ല ഗോൺസാലസ് എന്ന യുവ സൈനികയും ഉൾപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാഖിലുണ്ടായ മറ്റൊരു ആക്രമണത്തിലും ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ ഭൂരിഭാഗവും 25 വയസ്സിൽ താഴെയുള്ള യുവ സൈനികരാണെന്നത് അമേരിക്കയ്ക്കുള്ളിൽ വലിയ വികാരപ്രതികരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഈ സംഭവങ്ങളെ തുടർന്ന് പ്രതിഷേധങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ശക്തമാകുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി അമേരിക്കൻ യുവസൈനികർ ജീവൻ നഷ്ടപ്പെടുത്തുകയാണെന്ന വിമർശനമാണ് ചില പ്രതിഷേധങ്ങളിൽ ഉയരുന്നത്. മരിച്ച സൈനികരുടെ കുടുംബങ്ങളും പ്രതിപക്ഷ നേതാക്കളും സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ഇതിനിടെ ഉപഗ്രഹ ചിത്രങ്ങളായി പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങളിൽ ജോർദാനിലെ അൽദൻഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനികരുടെ താമസ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അമേരിക്കൻ സൈനികർ താമസിക്കുന്ന കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണെന്ന അവകാശവാദം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലെ എർബിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ജോർദാനിലെ റുപ്പാൻ മേഖലയിലുള്ള സൈനിക താമസ സൗകര്യങ്ങൾക്കും നേരെയുണ്ടായതായി പറയപ്പെടുന്ന ആക്രമണങ്ങളുടെ ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതിനിടെ അമേരിക്ക തന്റെ സൈനിക വിന്യാസത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ചില സൈനിക വിഭവങ്ങൾ മാറ്റി യുഎഇയിലെ അൽ ദഫ്ര വ്യോമതാവളത്തിലേക്കും മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും വ്യോമ ഇന്ധന വിതരണ വിമാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ സൈനിക സംവിധാനങ്ങൾ എത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യുഎഇയും സൗദി അറേബ്യയും സംബന്ധിച്ച മുന്നറിയിപ്പുകളും വീണ്ടും ചർച്ചയാകുകയാണ്. ഇറാൻ മുമ്പ് നൽകിയിരുന്ന ചില മുന്നറിയിപ്പുകൾ വീണ്ടും ഉയർത്തിക്കാട്ടി അമേരിക്ക ഈ രാജ്യങ്ങളിലെ താവളങ്ങൾ ഉപയോഗിച്ച് ആക്രമണം തുടരുകയാണെങ്കിൽ അവയും തിരിച്ചടിയുടെ പരിധിയിൽ വരാമെന്ന ആശങ്ക ചില വിശകലനങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നു. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇസ്രായേൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിലയിരുത്തലനുസരിച്ച് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയവും സെൻട്രിഫ്യൂജുകളും മുമ്പ് കരുതിയിരുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് അവകാശപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നത്താൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു മലനിരയ്ക്കുള്ളിലെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്കാണ് ഈ സംവിധാനങ്ങൾ മാറ്റിയതെന്നാണ് പറയുന്നത്. ഏകദേശം 130 മീറ്ററിലധികം ആഴത്തിലുള്ള ഈ സൗകര്യങ്ങൾ ഉപഗ്രഹ നിരീക്ഷണത്തിനും വ്യോമാക്രമണങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുള്ളവയാണെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഈ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വശത്ത് സൈനിക ഏറ്റുമുട്ടലുകൾ തുടരുമ്പോൾ മറ്റൊരു വശത്ത് ഇറാൻ തന്റെ ആണവ സൗകര്യങ്ങളുടെ സുരക്ഷയും സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളും ദൃശ്യങ്ങളും ഇപ്പോഴും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടാത്ത അവകാശവാദങ്ങളാണ്. അതിനാൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ സംഭവങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. ഇന്നത്തേക്കുള്ള പ്രധാന അപ്ഡേറ്റുകൾ ഇത്രയൊക്കെയാണ്. പുതിയതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതുമായ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും വിശദമായി പങ്കുവയ്ക്കാം. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ പിന്തുണ നൽകാൻ മറക്കരുത്.